ധാരാളം മുസ്ലിമീങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഹറം അവരിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കൊരാദിയാണ്, വ്യാധിയാണ്. കാരണം മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ ശകുനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതിന് പറ്റാത്ത ദിനങ്ങളാണ് മുഹറത്തിലെ ആദ്യ ദിനങ്ങളിൽ എന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു സംഘം ആളുകൾ ധാരാളമായി നമ്മുടെ മുന്നിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് നെഹ്സിന്റെ മാസമാണ്. പല അറബി കോളേജുകളുടെ കലണ്ടറുകൾ, യത്തീംഖാനയുടെ കലണ്ടറുകൾ നമ്മുടെ ഭിത്തിയിൽ തൂങ്ങിക്കിടപ്പുണ്ടാവും. അതിനൊരു ഭാഗത്ത് കാണാൻ കഴിയും നെഹ്സുകൾ എന്ന് പറഞ്ഞിട്ട്. ആ നെഹ്സുകൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരം ദിവസങ്ങൾ നെഹ്സായിക്കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നിനും നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത ദിനങ്ങളാണ്, ശകുന ദിനങ്ങളാണ്, ഒരു നല്ല കാര്യവും പാടില്ലാത്ത ദിനങ്ങളാണ്. ഈ രൂപത്തിലെ ഒരു വിശ്വാസം ഈ പവിത്രമായ മാസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയൊരു സംഘം ആളുകളുടെ ഹൃദയത്തിൽ കടന്നിരിക്കുകയാണ്. അവരങ്ങനെ വിശ്വസിക്കുകയാണ്. ഒരു നല്ല കാര്യവും അവർ ചെയ്യില്ല. വിവാഹം അവർ മാറ്റിവെക്കും, ആ ദിനങ്ങളിൽ നിന്ന് വീടുതാമസം അവർ മാറ്റിവെക്കും, അതുപോലെ ഒരു വാഹനം വാങ്ങൽ മാറ്റിവെക്കും. കാര്യം ഇതിനൊന്നും പറ്റാത്തൊരു ദിവസങ്ങളാണ് ഇത്തരം ദിവസങ്ങൾ എന്ന ഒരു വിശ്വാസം ആളുകളുടെ ഹൃദയത്തിൽ കടന്നു കയറുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്യോത്സ്യന്മാർ രൂപപ്പെടുത്തിയ വിശ്വാസം, ജ്യോതിഷം, അതുമായി ബന്ധപ്പെട്ട വിശ്വാസമാണത്. ഒരു മുസ്ലിമിന് പാടില്ലാത്ത വിശ്വാസമാണ്. ഒരു മുഅ്മിൻ അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല. അത്തരം ഒരു തരത്തിലൊരു ചിന്തയും ഒരു മുഅ്മിനിന് പാടില്ല.